വെൽക്കം ടു 7 മിറക്കിൾസ് ചാനൽ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾ എവിടെ ചെന്നാലും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത്? ഒരു വാക്കുപോലും മിണ്ടാതെ തന്നെ മറ്റുള്ളവർക്ക് അവരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാ? അത് മാന്ത്രിക വിദ്യയൊന്നുമല്ല കേട്ടോ, അത് പ്യോർ മനഃശാസ്ത്രമാണ്. നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്ന ആ മാറ്റം ഇന്ന് ഇവിടെ തുടങ്ങിയ വെറും 7 ലളിതമായ വഴികൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ? 1. ഐ കോണ്ടാക്ട്. ആദ്യത്തെ വഴി നിങ്ങളുടെ കണ്ണുകളില്ല. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്നത് വെറും നോട്ടമല്ല, മറിച്ച് വലിയൊരു ബഹുമാനമാണ്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ സാന്നിധ്യം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്നും ആ നോട്ടം വിളിച്ചു പറയും. പക്ഷേ ശ്രദ്ധിക്കുക, അത് തുറച്ചു നോട്ടമാകരുത്, മറിച്ച് ആത്മാർത്ഥതയുള്ള തിളക്കമുള്ള ഒരു നോട്ടമാകണം. ആ നോട്ടത്തിലൂടെ അവരുടെ മനസ്സിന്റെ വാതിൽ നിങ്ങൾക്ക് തുറക്കാം. 2. സ്മൈലിംഗ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ പുഞ്ചിരിയ. നിങ്ങൾ മറ്റൊരാളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ സന്തോഷത്തിന്റെ രാസപ്രവർത്തനങ്ങൾ നടക്കും. ഒരു കള്ളച്ചിരിയല്ല, മറിച്ച് നിങ്ങളുടെ കണ്ണുകളിൽ വരെ പ്രതിഫലിക്കുന്ന ആത്മാർത്ഥമായ ചിരി. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി തോന്നണമെങ്കിൽ ആ ചിരി എന്നും മുഖത്ത് സൂക്ഷിക്കുക. ആ മുഖം കാണാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിലേ അവിടെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. 3. ലിസണിംഗ്. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ ഇഷ്ടമാ അല്ലേ? പക്ഷെ കേൾക്കാൻ തയ്യാറുള്ളവർ വളരെ കുറവാ. ഒരാൾ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ അവരുടെ വാക്കുകൾക്ക് കാതോർക്കുക. അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചെറിയ തലയാട്ടലിലൂടെയോ മറുപടികളിലൂടെയോ ഒക്കെ ബോധ്യപ്പെടുത്തുക. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എന്ത് തോന്നൽ മറ്റൊരാളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ക്രഷ് തോന്നാനേ മറ്റൊന്നും വേണ്ട. 4. ദ പവർ ഓഫ് നെയിംസ്. ഒരാൾക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് അവരുടെ സ്വന്തം പേരാ. സംസാരത്തിനിടയിൽ സ്വാഭാവികമായി അവരുടെ പേര് ഉപയോഗിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്തൊക്കെയുണ്ട് രാഹുൽ വിശേഷം എന്ന് ചോദിക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇത് അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക അടുപ്പം തോന്നാൻ കാരണമാകും. നിങ്ങൾ അവരെ ഓർക്കുന്നു എന്നുള്ളത് അവരിൽ വലിയൊരു ആത്മബന്ധവും സൃഷ്ടിക്കും. 5. കോൺഫിഡൻസ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ സ്നേഹിക്കില്ല. നിവർന്നു നിൽക്കുക, വ്യക്തമായി സംസാരിക്കുക, നിങ്ങളുടെ പോരായ്മകളെ അംഗീകരിക്കുക. ഒരാൾക്ക് നിങ്ങളോട് ആകർഷണം തോന്നണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാകണം. ആത്മവിശ്വാസമുള്ള ഒരാൾ ഒരു മാഗ്നറ്റ് പോലെയാ. എല്ലാവരെയും തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ അവർക്ക് കഴിയും. 6. ബെൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ അവരോട് ചെറിയ സഹായങ്ങൾ ചോദിക്കാനും മടിക്കരുത്. നിങ്ങൾ ഒരാളോടൊരു സഹായം ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക താല്പര്യം തോന്നുമെന്ന് സൈക്കോളജി പറയുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഒപ്പം നിൽക്കുന്നതും അവരുടെ ചെറിയ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതും നിങ്ങളെ പ്രിയപ്പെട്ടവനാക്കും. 7. ബി എ ലിറ്റിൽ മിസ്റ്റീരിയസ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയരുത്. ഒരു പുസ്തകം പോലെ മുഴുവനായി തുറന്നു വയ്ക്കരുത്. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ആകാംക്ഷ ബാക്കി വെക്കുക. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആകരുത്. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു വിലയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആ നിഗൂഢതയാ പലപ്പോഴും ഒരു ക്രഷ് പ്രണയമായി മാറാൻ കാരണമാവുന്നത്. മൈ ഡിയർ ഫ്രണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും ട്രിക്സ് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കുള്ള വഴികളാണ്. പക്ഷേ ഓർക്കുക, ഏറ്റവും വലിയ ആകർഷണം നിങ്ങളുടെ ആത്മാർത്ഥതയാണ്. അഭിനയിക്കരുത്, മറിച്ച് മികച്ച ഒരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. ഇന്നു മുതൽ നിങ്ങളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരൂ. ലോകം നിങ്ങളെ നോക്കി നിൽക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി തോന്നിയെങ്കിൽ ഇതുപോലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, be positive and accept the miracles right now.